ഇന്ന് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്ക് വന്ദേ ഭാരത് ട്രെയിൻ ആരംഭിക്കുകയാണ്. വളരെ വർണ്ണശബളമായിട്ടുള്ള ഒരിതായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്നാണ് അതിൻ്റെ ഫ്ലാഗ് ചെയ്തത്. ഒരുപാട് ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് സംഘശാഖകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ അത് സ്വാഭാവികം എല്ലായിടത്തും കാണുന്നുണ്ടത്, ഗണഗീതം പാടിക്കൊണ്ടാണ് ഇവിടെ യാത്രയയപ്പ് നൽകിയത്, യാത്ര ആരംഭിച്ചത്. എന്ത് തോന്നുന്നു സാറിന്? അല്ല, അതിനകത്ത് ഇപ്പോൾ അത് വലിയ വാർത്തയായിട്ടുണ്ട്. കേരളത്തിലെ ഗണഗീതം പാടിയത് വലിയ വാർത്തയായിട്ടുണ്ട്. കാരണം ഗണഗീതം ഒരു പക്ഷേ പാടിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തു പോയെങ്കിൽ അത് അവർ പാടിയിട്ടങ്ങ് പോയേനെ. ഇപ്പോൾ അത് വലിയൊരു വലിപ്പത്തിൽ വാർത്തയാക്കുകയാണ് ഇവിടുത്തെ മലയാളം ചാനലുകൾ. അതുകൊണ്ട് വലിയ പാതകം ചെയ്തു പോയി. കാരണം വന്ദേ ഭാരത് ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിൻ ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം പരിശോധിക്കുമ്പോൾ വന്ദേ ഭാരത് ട്രെയിനെ പറ്റി അറിയാമല്ലോ, ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 3-ാമത്തെ 4-ാമത്തെ കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ വന്നപ്പോൾ തന്നെ മോദി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകങ്ങളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ മോദി ഏറ്റവും വലിയ കുഴപ്പക്കാരനാണെന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന പലരും വന്ദേ ഭാരതിൻ്റെ ഓരോ സ്റ്റേഷനിൽ വരുമ്പോഴും ഓരോ എംപിയുടെ പേര് എഴുതി വെക്കുമായിരുന്നു. സ്വന്തമായിട്ട് ആൾക്കാരെ നിർത്തി വന്ദേ ഭാരത് എൻ്റെ വകയാ, വന്ദേ ഭാരത് എൻ്റെ വകയാണ്. മനസ്സിലാവുന്നു? അത് മാത്രമല്ല, മറ്റുള്ള സാമൂഹിക ദ്രോഹികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു. അത് പിന്നത്തെ കാര്യം. അപ്പം അതിനകത്ത് പേര് അതിന്റെ പൊളിറ്റിക്സ് ഞാൻ പറയാം. അപ്പം ഇപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വന്ദേ ഭാരത്, ഈ മോദി ഭരണത്തിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മോദി ഇന്ത്യയിൽ ഉടനീളം വികസനത്തിന് സാധ്യമാകുന്നിടത്തെല്ലാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിന് ആനുകൂല്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആനുകൂല്യം ഇല്ലാത്തിടത്ത് പോലും അദ്ദേഹം വികസനത്തിന് വേണ്ടി നിൽക്കുന്ന സംസ്ഥാനം, അതിനുവേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അത് ഇന്ത്യ മൊത്തവും വികസിക്കണം. ആ ഇന്ത്യയിൽ ഉടനീളമുള്ള വികസനത്തിൽ കൂടി ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തണം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടി പണി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ടാണ് പലവട്ടം എന്ത് ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ കൊണ്ടുവരുമ്പോഴും അദ്ദേഹത്തെ ജനങ്ങളുടെ ഇടയ്ക്കൊന്നും മാറ്റി നിർത്താൻ പറ്റാത്തത്. കാരണം വികസനത്തിൻ്റെ പേരിൽ ആണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇവരെ ധ്രുവീകരണം, അല്ലെങ്കിൽ ജാതി, മതം, ഈ ഗണഗീതം എന്നൊക്കെ പറയുമ്പം അതിനപ്പുറം അദ്ദേഹം ഇപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് വികസനത്തിൻ്റെ പേരും, അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ പേരും, രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ ഗ്രോത്തിൻ്റെ പേരും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആർക്കും തടയാൻ പറ്റാത്ത ഒരു മോദി. അതാണ് ഈ പറയുന്നത് പല ജൻസി കലാപങ്ങളും പല ആരോപണങ്ങളും, പല ഈ പറയുന്ന പോലെ ഏറ്റവും അവസാനം വോട്ട് ചോരി ആയാലും കൊള്ളാം, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പേരിലായാലും കൊള്ളാം, ഇവിടുത്തെ എല്ലാ വിഷയത്തിനകത്തും കുഴപ്പമുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ, ഈ പറയുന്നത് പോലെ ഒരു വികസന രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യക്കുണ്ടാകുന്ന ഗുണം, ഈ വികസന രാഷ്ട്രീയത്തിൽ കൂടി ഇന്ത്യക്കുണ്ടാകുന്ന ഗുണത്തിനെ മറികടക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്ത ഒരു വിഷയമുണ്ട്. അതിന് നമ്മൾ പറഞ്ഞു വരുമ്പോൾ തിരിച്ചു വരാം. H1 വിസയുടെ കാര്യം പറഞ്ഞില്ലേ, വിസ റദ്ദി എന്ന് പറഞ്ഞപ്പോൾ അവര് ആ കമ്പനി ഇങ്ങോട്ട് വരേണ്ടി വന്നു. കാരണം ഇവിടുത്തെ ഈ പറയുന്നത് പോലെ വികസനത്തിൽ ഊന്നി നിൽക്കുന്ന രാജ്യമായതുകൊണ്ട്, അത്രയ്ക്ക് വികസിച്ചിട്ടുള്ളതുകൊണ്ട് അവർ തിരിച്ചു വന്നാലും അവർക്കൂടെ ജോലി ചെയ്യാൻ സംവിധാനമുണ്ട്. പണ്ട് ഈ സംവിധാനം ഇവിടെ ഇല്ല. ഇവിടെ വിദ്യാഭ്യാസം ഉള്ളവന് ജോലി ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ വേറെ, അമേരിക്ക പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമായിരുന്നു. ഇപ്പം അതേ വിദ്യാഭ്യാസം ഉള്ളവൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഇവിടെ ജോലി ചെയ്യാനുള്ള സ്റ്റാർട്ടപ്പുകളും സംവിധാനങ്ങളും ഇവിടെ ആയി. അതായത് ഈ പറയുന്നത് പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ്സ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ. അതിനകത്താണ് ട്രെയിനിൻ്റെ ഒരു കടന്നുകയറ്റം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞാൽ ശരിയാണെങ്കിൽ ഏതാണ്ട് 500ഓളം വന്ദേ ഭാരത് ട്രെയിനുകൾ ഉടനെ തന്നെ അടുത്ത ഈ കൊല്ലങ്ങളിൽ തന്നെ വരും. ഇപ്പം 136 ഓടുന്നുണ്ട്. 136 തൊട്ട് 200-അടുത്തായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഏതാണ്ട് 350-400 പുതിയ വന്ദേ ഭാരത് ട്രെയിൻ കൂടി വരുമെന്നാണ് പറയുന്നത്. അടുത്ത് തന്നെ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ കൂടി വരുന്നു. അതുപോലെ തന്നെ 1000ഓളം സാധാരണ ട്രെയിൻ വരുന്നു. അതിന്റെ എഞ്ചിൻ നിർമ്മിക്കുന്നത്, ഇതിന്റെ വേറെ ബോട്ട്സിന് വേണ്ടി വേറെ, ഇതെല്ലാം മേക്ക് ഇൻ ഇന്ത്യ അല്ല, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. കാരണം ഇതിന്റെ അതുപോലെ ഭക്ഷണ ക്രമീകരണം, ഇതിനകത്ത് എന്തൊക്കെ ശുചീകരണമായിരുന്നല്ലോ വിഷയം, സ്റ്റേഷനുകളുടെ പ്രശ്നമാണല്ലോ ആയിരുന്നല്ലോ വിഷയം. ഇപ്പം ഇന്ത്യയിലെ പല റെയിൽവേ സ്റ്റേഷനുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ വിമാനത്താവളത്തിനെ മറികടക്കുന്ന രീതിയിലൊക്കെ സംവിധാനങ്ങളായി. ഷൊർണൂർ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അത്ര മനോഹരമാക്കിയിരിക്കുകയാണ് ഷൊർണൂർ, അത്ര വിശാലമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് പോലുള്ള മഹാനഗരങ്ങളിൽ അതിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടും ഭയങ്കര ഭംഗിയോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ 30 സ്റ്റേഷനിൽ കൂടി അത്തരം വികസന പദ്ധതികളായിട്ട് മുമ്പോട്ട് അത് അമൃത് ഭാരത് സ്റ്റേഷൻ വികസന സംഭവത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊക്കെയുള്ള സ്റ്റേഷനുകൾ ഉൾപ്പെടെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ, ഭക്ഷണം ഉൾപ്പെടെ എല്ലാ രീതിയിലും വികസനം
ഉദ്ദേശിക്കാത്ത രീതിയിൽ, അതായത് വല്ലാത്തൊരു പ്ലാനിങ് ആണ്. ആ രീതിയിലൊക്കെ ഉള്ള ഒരു വികസനം. വിമാനത്താവളത്തിൽ നമ്മൾ പറഞ്ഞ പോലെ വെല്ലുന്ന രീതിയിലേക്കുള്ള വികസനവും അതുപോലെ സുരക്ഷാ ക്രമീകരണവും എല്ലാം വരികയാണ്. അപ്പം ഈ രീതിയിലേക്ക് ഇന്ത്യയെ വലിപ്പത്തിലാക്കിയാൽ, മോൾഡ് ചെയ്താൽ, അതായത് ഇപ്പം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കാരണം ഇന്ത്യയിലെ ഈ പറയുന്നത് പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും അതുപോലെ ഇന്ത്യയിൽ ഉള്ളതുപോലെ കമ്പോളമില്ല. അപ്പം ഈ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ മറ്റ് രാജ്യങ്ങളുടെ സപ്ലൈ ചെയിൻ പ്രശ്നം വരത്തില്ല. കാരണം ഒരു രാജ്യത്ത് ഒരു കമ്പനിക്ക്, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു കമ്പനി ഇവിടെ വന്നു, അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് ഒരു കമ്പനി ഇവിടെ വന്നു, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുടെ കമ്പനി ഇവിടെ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരിവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പാദനം ഈ പറയുന്ന അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ തടസ്സത്തെ മറികടക്കുകയാണ്. മാത്രവുമല്ല, അപ്പൊ അത് ആ പറയുന്നത് പോലെ കമ്പനികൾക്ക് ഇവിടെ വരാം. മാത്രമല്ല അവർക്ക് ഈ പറയുന്നത് പോലെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളം, ഇപ്പൊ ലോകത്ത് 140 കോടി ജനമാണല്ലോ ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാങ്ങൽ ശേഷിയുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ കമ്പോളമായിട്ടുള്ള ഏത് സാധനം കൊണ്ടുവന്നാലും വിൽക്കാൻ സാധിക്കുന്നത്, അത് വാങ്ങാൻ കരുത്തുള്ള ഒരു കമ്പോളം ഇന്ത്യയിലാണുള്ളത്. അത് ചൈനയിൽ പോലും ഇല്ല. അപ്പം ഈ രീതിയിലേക്കുള്ള ഒരു വികസനത്തിന് ഉരുത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോലെ ട്രെയിൻ. ഇപ്പോൾ ട്രെയിൻ ഏറ്റവും അവസാനം ട്രെയിൻ വേറെ വലിയൊരു ഇതുണ്ട്. നമ്മുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ അവിടെയും വികസിപ്പിച്ചുകൊണ്ട് എത്തുന്നതിന് വേറെ കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വലിയ വലിപ്പം യാത്ര മാത്രമല്ല, ട്രെയിനിൽ വെച്ച് വിടാവുന്ന മിസൈൽ നമ്മൾ പരീക്ഷിച്ചായിരുന്നു. അപ്പം ഇപ്പൊ ലഡാക്കിൽ ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ ചിക്കൻ നെക്ക് ഉൾപ്പെടെ വലിയ വലിയ വലിപ്പത്തിൽ ട്രെയിൻ പാളം അങ്ങ് വികസിപ്പിച്ചു. ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ. ഇപ്പൊ യുപിയിൽ ചെയ്തതുപോലെ ഫ്ലൈറ്റ് യുദ്ധവിമാനം ഇറങ്ങുന്ന തരത്തിലുള്ള യുദ്ധവിമാനം ഇറങ്ങുന്ന തരത്തിലുള്ള റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്തപ്പോഴാണ് വെളി വന്നേ. യുദ്ധവിമാനം ഇറങ്ങാൻ പ്രാപ്തമായിട്ട് റോഡുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. കാരണം ഒരു യുദ്ധം ഇപ്പം 4 ദിവസത്തെ യുദ്ധമല്ല, ദീർഘകാല അടിസ്ഥാനത്തിൽ വന്നാൽ ഇപ്പൊ വ്യോമത്താവളങ്ങൾക്ക് പ്രശ്നം വന്നാൽ എവിടെ നമ്മുടെ വിമാനം ഇറങ്ങണം. അത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ റെയിൽവേ പാത വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പോലെയുള്ള പാർട്ടി 55 കൊല്ലം അവരാണല്ലോ ഭരിച്ചത്. അവിടുത്തെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞിരുന്നത് എന്താണ്, ഞങ്ങൾക്ക് ലൈറ്റ് തരാത്ത എന്താ, റോഡ് തരാത്ത എന്താ. റോഡ് തന്നാൽ ഇപ്പൊ ചൈനക്കാരനിലേ കൂടെ കയറി വണ്ടി ഓടിക്കും, അവന്റെ പെട്രോളിങ് നടക്കും. ലൈറ്റ് ഇല്ലാത്ത എന്താ, ലൈറ്റ് ഇട്ട അവന്മാര് ബോംബിടും. ഈ പറഞ്ഞിടത്താണ് ഓരോ സംസ്ഥാനത്തും എയർ സ്ട്രിപ്പുകളായി. മനസ്സിലായത്? വടക്കൻ സംസ്ഥാനങ്ങൾ മൊത്തം സജ്ജീകരിച്ചു. അതുപോലെ തന്നെ ചെല്ലാൻ പറ്റാത്തത് എയർ സ്ട്രിപ്പുകൾ. അവിടുത്തെ ഈ സംസ്ഥാനങ്ങളിൽ കുല്ലും തന്നെ ഇപ്പം നമുക്കിവിടെ പരീക്ഷണം നടത്തിയല്ലോ, ട്രെയിനിൽ കൊണ്ടുവച്ച് മിസൈൽ വിടാം. അപ്പം ഇവിടെ കൂടെ എല്ലാം റെയിൽ പാതയാകുമ്പോൾ വേറെ പ്രശ്നമുണ്ട്, ആരും ശ്രദ്ധിക്കത്തില്ല. ട്രെയിൻ ഓടിക്കാനുള്ള റെയിൽ പാത ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ഒരു യുദ്ധസജ്ജമായ സാഹചര്യത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ രീതിയിലേക്ക് വന്നാൽ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ത്രെട്ട് വന്നാൽ, അവർക്ക് അറിയാമല്ലോ ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളത്, അല്ലെങ്കിൽ കലാപങ്ങൾ ഉരുത്തിരിയാൻ സ്ഥലമുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് രാജ്യങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതും, ചിക്കൻ നെക്ക് പിടിച്ചാൽ മറ്റ് അറിയാം 7 സിസ്റ്റേഴ്സ്, അത് നടക്കത്തില്ല. എന്നാലും ഇതിനൊക്കെ നമ്മൾ നടക്കത്തില്ല എന്നുള്ളതല്ല, എന്തൊക്കെ നടക്കാൻ നമുക്കെതിരെ തീരുമാനിക്കുന്നു, എന്തൊക്കെ ഇന്ത്യക്കെതിരെ വേറെ രാജ്യത്തിന് ഉദ്ദേശിക്കാവുന്ന അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞത് ഇത് വേറെ കാര്യമുണ്ട്. നേരത്തെ കല്ലെറിയുന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞായിരുന്നു. കല്ലെറിഞ്ഞെന്തിനാ? ഈ ട്രെയിനുകൾ കല്ലെറിയുക, ഇത് ആക്രമിക്കുക, അത് വേറെ ഒരു രീതിയിലുള്ള നല്ല ട്രെയിൻ ആക്രമണം. കാരണം ട്രെയിനുകൾ അട്ടിമറിക്കുന്ന ഒരു വിഷയം ഇടയ്ക്ക് ചർച്ചയായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അതിനകത്ത് കല്ലുകൾ വെക്കുക, അത് വെക്കുക, അട്ടിമറിക്കുക, ഇത് ഒരു കാര്യമുണ്ടായിരുന്നു. അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ വന്ദേ ഭാരത്, അതറിയാമോ, വന്ദേ ഭാരത് ട്രെയിനുകൾ പല രാജ്യങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാൻ പോകും. നമ്മുടെ ഇതിന് വലിയ ഓർഡർ ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിലേക്കുള്ളൊരു വലിയ നീക്കം നടക്കാൻ പോകുന്നുണ്ട്. അല്ല, ഇന്ത്യയുടെ ഈ ഇത്തരം ട്രെയിനുകൾക്ക് മറ്റുള്ള വിദേശ രാജ്യങ്ങൾ, ജർമ്മനി പോലുള്ള സ്ഥലങ്ങൾ കിട്ടുന്നതിനേക്കാൾ താരതമ്യേന വിലക്കുറവും ക്വാണ്ടിറ്റി ആ ഒരു സാധനം ഭയങ്കരമാണ്. അപ്പം ഈ പറയുന്ന ഇതിന്റെ കാര്യം പറയുമ്പോൾ ക്വാണ്ടിറ്റിയുടെ വിഷയം, ഇതിലെ ക്വാളിറ്റിയുടെ വിഷയമാണ്. ക്വാളിറ്റി. അപ്പൊ ഇത് ബുക്കിംഗ് ആയി, അല്ലെങ്കിൽ പലയിടത്തും കയറ്റുമതി ചെയ്യാൻ, ട്രെയിൻ കയറ്റുമതി ചെയ്യാൻ ഇവിടുന്ന് ബുക്കിംഗ് ആയി. അപ്പം പല രാജ്യങ്ങളും ഇന്ത്യയുടെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ളത് വേണമെന്ന് പറയുമ്പോൾ ഇതിനെ തകർക്കാൻ, ഇത് കുഴപ്പമാണെന്ന് കാണിക്കാൻ, ഇതിന്റെ എഞ്ചിൻ പ്രശ്നമാണെന്ന് കാണിക്കാൻ ആ രീതിയിലേക്ക് ട്രെയിൻ അട്ടിമറി പ്ലാൻ ചെയ്യുന്നു. കാരണം ഇതിനകത്ത് അട്ടിമറി നടക്കും. അപ്പം പലപ്പോഴും ആൾക്കാർക്ക് സംശയം വരും, ക്യാൻസൽ ചെയ്യും. ഇതിന്റെ ആ രീതിയിലേക്കുള്ളൊരു നീക്കം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ അട്ടിമറി, കാരണം പണ്ടത്തെ കൊണ്ട് ഭീകരവാദികളും അവരുടെ ഈ ബോംബ് പൊട്ടിക്കാൻ ഉള്ള സാധ്യത കുറഞ്ഞപ്പോൾ മറ്റു പല രീതിയിലും ഫ്ലൈറ്റിൽ നമ്മുടെ എയർ ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുക, ട്രെയിനിനകത്ത് പ്രശ്നം ഉണ്ടാക്കുക, ഈ രീതിയിലൊക്കെ വന്നപ്പോൾ അതൊക്കെ നമ്മൾ നിരീക്ഷിച്ച് അതിനെ മറികടക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്ദേ ഭാരതും അല്ലെങ്കിൽ റെയിൽവേ സംവിധാനവും ഒക്കെ വരികയാണ്. സാറേ, ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ അവിടെ ഓരോ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ ആളുകൾ റെയിൽ പാളത്തിലിരുന്ന് സാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറവാണ്, ഇല്ലെന്നല്ല പറയുന്നത്,
പക്ഷെ അതൊരു 10 വർഷം കൊണ്ടാണ് ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ട്രെയിനിൻ്റെ സൗകര്യങ്ങൾ ഇതിന് വലിയൊരു മാറ്റത്തിലേക്ക് മാറുന്നു. ഈ ശുചിത്വം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പണ്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നാറിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വലിയ വ്യത്യാസമല്ല സാറേ, നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ലോക രാജ്യങ്ങൾ IMF ഉൾപ്പെടെയുള്ളത് നമ്മുടെ വ്യത്യാസത്തെ പറ്റി വളരെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് പറഞ്ഞേ ഒക്കത്തുള്ളൂ. പണ്ടാങ്കിൽ പറയത്തില്ലായിരുന്നു. പണ്ട് ഈ പറയുന്നത് പോലെ പല ഈ ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. സന്തോഷം തരുന്ന രാജ്യങ്ങളിൽ ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ 150, 200 അല്ലെങ്കിൽ മറ്റേ ഇപ്പം ഇപ്പൊ ഇന്ത്യയുടെ കാര്യം വ്യക്തത വരുത്തി പറഞ്ഞേ ഒക്കത്തുള്ളൂ. കാരണം വ്യക്തത വരുത്തി പറഞ്ഞില്ലെങ്കിൽ ഇവന്റെ പറച്ചിലിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഏജൻസികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. IMF പറഞ്ഞേക്കുന്നത് ഇപ്പം വ്യത്യാസം 10 കൊല്ലം കൊണ്ടാന്ന് പറയുമ്പോൾ 2.2 ആയിരുന്നു 2014 മുമ്പുള്ള നമ്മുടെ GDP. അത് 4.6 എത്ര കൊല്ലമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്? ഈ 10-78 കൊല്ലം അല്ലെങ്കിൽ 75 കൊല്ലം കഴിയുന്നു. ഇതിനകത്ത് അത്രയും കൊല്ലം ഈ 11 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ GDPയുടെ അത്രയേ ഉള്ളൂ. അത്രയും കാലത്തെ GDP. അപ്പം ഇന്ത്യ വികസിച്ചിട്ടില്ല. ഇന്ത്യ അതുപോലെ IMF പറഞ്ഞേക്കുന്നത് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഭയക്കുന്നതിന്റെ കാര്യം സ്റ്റേബിളായിട്ടുള്ള എക്കണോമി, അതുപോലെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്തും അതേപോലെ യാതൊരു വീഴ്ചയും പറ്റാത്ത എക്കണോമിക്കൽ ഗ്രോത്ത്. അതിന് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടുത്ത 10 കൊല്ലത്തെ GDP ഗ്രോത്ത് 7% വരും ഇന്ത്യയുടെ. അതേ സ്ഥാനത്ത് 2%, ഇപ്പോഴത്തെ അമേരിക്കയുടെ GDPക്കകത്ത് 2% വ്യത്യാസം വരാൻ എടുക്കാൻ പോകുന്ന സമയം 30 കൊല്ലമാണ്. അതാ അമേരിക്കക്കാരൻ ഇവിടെ താരിഫിന്റെ പുറകിലും പാകിസ്ഥാനെ കൊണ്ട് വെടിവെപ്പിക്കാനും അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾക്കും നിൽക്കുന്നത്. കാരണം അമേരിക്കയുടെ ഒരു സ്വഭാവം അറിയാലോ. അതേപോലെ തന്നെ ചൈനയുടെ അവസ്ഥ. ചൈനയുടെ ഇപ്പോഴത്തെ GDP ഗ്രോത്തിനകത്തു നിന്നും 2% വ്യത്യാസം വരാൻ 30 കൊല്ലം എടുക്കും. അപ്പൊ ഇന്ത്യയുടെ വളർച്ചയെ ലോകത്ത് ഭയക്കുന്നു. ഈ പറയുന്ന പോലെ വലിയ വളർച്ചയിലെത്തി 20 ട്രില്യൺ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അത്രത്തെ GDP പറയുന്ന ചൈനയെ 25 കൊല്ലം കൊണ്ട് അവരുടെ മറികടന്ന ഘട്ടങ്ങൾ നമ്മൾ മറികടക്കാൻ എടുക്കുന്നത് വെറും 5-4 കൊല്ലമോ. അപ്പം നമ്മുടെ വളർച്ച ഇപ്പം 4.6 ഉള്ളൂ. ഇയാൾ വലിയ കാര്യമൊന്നും നമ്മൾ പറയുമ്പോൾ നമ്മുടെ കീഴിൽ വരും കുറേ ആൾക്കാർ. വലിയ കാര്യമൊന്നും പറയണ്ട, 30 അടുത്താണോ 4.6 പറയുന്നത്. പക്ഷേ ഇതിൻ്റെ തോത് നോക്കുമ്പോൾ, ഇതിൻ്റെ സ്പീഡ് നോക്കുമ്പോൾ, നമ്മുടെ പല കാര്യങ്ങൾ നോക്കുമ്പോൾ ലോകത്തിന് മനസ്സിലായി, അല്ലെങ്കിൽ IMF പോലെ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന IMFന് മനസ്സിലായി, അല്ലെങ്കിൽ അത്തരം ഏജൻസികൾക്ക് മനസ്സിലായി. അവർ പറയുന്നു ഈ പറയുന്ന 2075 ആകുമ്പോഴത്തേന് അമേരിക്കയെ മറികടക്കും. ആ രീതിയിലേക്കാണ് ഇന്ത്യയുടെ വളർച്ച. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ട്രെയിൻ. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്നത്. അതിനകത്തൊരു ഗണഗീതം കൊണ്ട് മുട്ട ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഗണഗീതം പറഞ്ഞു. അപ്പൊ അവരുദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഇത് അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഏത് പാർട്ടിക്കും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. BJP ഉദ്ദേശിച്ചത് എന്താ? ഒരു ഗണഗീതം പാടിയേക്കാം. അവരൊരു ഗണഗീതം പാടിയിട്ടങ്ങ് പോയി. ഈ ഗണഗീതം പാടിയതും ഇത് BJPക്കാരൻ്റെ ആണെന്നുള്ളതും പ്രചരിപ്പിക്കുന്നത് ഈ മുട്ടയാണ്. അത്രേ ഉള്ളൂ.